വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് 10 എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയെ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ഡാറ്റ എക്സാക്ട്ലി ബൈ ഹാർട്ട് ചെയ്യരുത്. ഡേറ്റ് ഏത് വർഷത്തെയാ? 2011-12 ഓരോ വർഷം ഈ ഡേറ്റ മാറും, പക്ഷെ വളരെ അപൂർവമായിട്ടാണ് ഇത് മാറാറുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഈ കാണുന്ന 10 കൺട്രീസ് ഒക്കെ തന്നെ ആയിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആ ഒരു ഓർഡർ മാറുള്ളൂ. ഈ രാജ്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടേഴ്സ്. ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യും, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. നിങ്ങൾക്ക് ഈ ഡാറ്റ ഇവിടെ നിന്ന് കിട്ടും, ഓരോ വർഷത്തെ ബഡ്ജറ്റ് എക്കണോമിക് സർവേ എന്ന് കിട്ടും കേട്ടോ. അപ്പൊ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കാം. നിങ്ങൾ നോക്കിയാലും കാണാം ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും രാജ്യങ്ങൾ. ചോദിക്കാറുണ്ട് പ്രിലിമിനറിക്ക് എങ്ങനെ ഇന്ത്യ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ 4-5 കൺട്രീസ് എന്നിട്ട് വിച്ച് ഈസ് ദി അസെൻഡിങ് ഓർഡർ ഓഫ് ഇന്ത്യസ് ട്രേഡിംഗ് പാർട്ട്ണർ, വിച്ച് ഈസ് ദി ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഇന്ത്യസ് ട്രേഡിംഗ് പാർട്ട്ണർ. ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലൊരു എക്സ്പ്ലനേഷനും തരാനില്ല കേട്ടോ. നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കാന്നുള്ളത് മാത്രമാണ് പോയിന്റ്. ഏതൊക്കെയാണ് ഇന്ത്യയുടെ ടോപ്പ് 10 എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ? ഇതിലുള്ള ഡേറ്റ മാത്രമാണ് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രസന്റ് ഇയറിൽ അല്ലെങ്കിൽ പ്രസന്റ് വർഷത്തിൽ ഇത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ റീസെന്റ് ഡേറ്റ നിങ്ങൾ എപ്പോഴും പഠിച്ചു പോവാം. അക്കോർഡിംഗ് ടു ദിസ് ഡയഗ്രാം, ഇന്ത്യസ് ടോപ്പ് എക്സ്പോർട്ട് കൺട്രീസ് among which the first holds by USA, second one USA എന്ന് പറയുന്നത് 18.4%, then UAE, then China, then Bangladesh, Hong Kong, Singapore, Netherlands, UK, Belgium, Germany. ഇതില് ഹോങ്കോങ്, സിംഗപ്പൂർ ഇവരെയാണ് നമ്മൾ ടാക്സ് ഹെവൻ കൺട്രീസ് എന്ന് മുന്നേ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇന്ത്യയുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ കാണുമ്പോൾ ഭാവിയിൽ പല തവണ കാണുന്നത് ഹോങ്കോങ്, സിംഗപ്പൂര്, മൗറീഷ്യസ്, കെയ്മൻ ഐലൻഡ്, അങ്ങനെ പല പല വാക്കുകൾ നമ്മൾ കാണും. ഇവരൊക്കെ ടാക്സ് ഹെവൻ കൺട്രീസ് ആണ്. എന്ന് വെച്ചാൽ എന്തിനു ഉപയോഗിക്കുന്നത്? ടാക്സ് ഇവേഷൻസിന് ഉപയോഗിക്കുന്ന പല ഡെസ്റ്റിനേഷൻസ് ആണ് കേട്ടോ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. എന്താണ് ടോപ്പ് 10 ഇമ്പോർട്ട് കൊമോഡിറ്റീസ്? ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കൊമോഡിറ്റീസിൽ ഏറ്റവും ഹയർ പെർസെൻറ്റേജ് ഉള്ള ആളുകൾ. പഠിക്കുക, ഒന്നും ചെയ്യാനില്ല, പഠിക്കുക കേട്ടോ കൈയോടെ. ഇന്ത്യയുടെ ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യ അല്ലെങ്കിൽ ഹൈ വാല്യൂ ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? പെട്രോളിയം ക്രൂഡ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് മക്കളെ നമ്മൾ SGB ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താ SGB? സവറിൻ ഗോൾഡ് ബോണ്ട്. ഇന്ത്യയുടെ ഇമ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ വെരി ഹൈ അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ട് ഗോൾഡ് ആണ്. അപ്പൊ ഇത്രയും ഹയർ ഗോൾഡ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഹയർ ഔട്ട്ഫ്ലോ ഓഫ് ഡോളർ ആണ്. ആ ഒരു പ്രശ്നം പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ സവറിൻ ഗോൾഡ് ബോണ്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇന്ത്യയുടെ ഫോറിൻ ഡോളർ ഔട്ട്ഫ്ലോ. ഇപ്പൊ വേറൊരു ചാപ്റ്ററിലെ കൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആയില്ലേ? വൈ സവറിൻ ഗോൾഡ് ബോണ്ട്? ഇറ്റ് വിൽ റെഡ്യൂസ് ഡോളർ ഔട്ട്ഫ്ലോ. അതേപോലെ നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടും? കയ്യിൽ ഐഡിയലായിട്ട് ഗോൾഡ് ഇരിക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഡീസന്റ് റിട്ടേൺ. വളരെ ഹൈ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാട്ടോ SGBക്ക്, പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രസ്റ്റും കൂടി കയ്യിൽ കിട്ടും. വിൽക്കുന്ന സമയത്ത് ഗോൾഡിന്റെ പൈസയും കയ്യിൽ കിട്ടും. സോ യുവർ ഐഡിയൽ മണി വിൽ ബി കമ്മിങ് ഇൻ ടു ദി എക്കണോമി. SGBയുടെ അഡ്വാൻറ്റേജ് ഇവിടെ കാണാം. നെക്സ്റ്റ് വൺ, പെട്രോളിയം ക്രൂഡും പെട്രോളിയം പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ക്രൂഡ് പെട്രോളിയത്തിന് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബൈ പ്രൊഡക്റ്റുകൾ കിട്ടും. പെട്രോള്, ഡീസല്, വാക്സ്, കെറോസിൻ, അങ്ങനെ ഒരുപാട് ബൈ പ്രൊഡക്റ്റുകൾ നമുക്ക് ആ ഒരു പ്രോസസ്സിൽ കിട്ടും. ഞാൻ പറഞ്ഞത് 4-5 നിങ്ങൾ ഈ പെട്രോളിയം റിഫൈനറീസിന്റെ വല്ല സ്ട്രക്ചർ കാണിക്കുകയാണെങ്കിൽ ഒരു 10-20 പ്രോഡക്റ്റുകൾ ഉണ്ട്. മനസ്സിലായോ? ആ പെട്രോളിയം ക്രൂഡിനെ റിഫൈൻ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് പെട്രോളിയം പ്രൊഡക്റ്റ്. അതാണ് പെട്രോള്, ഡീസല്, അതേപോലെയുള്ള ആളുകൾ കേട്ടോ. പേള്, പ്രഷ്യസ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, കോള്, കോക്ക്, ബ്രിക്കറ്റ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം? അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ പ്രതീക്ഷിക്കാം കേട്ടോ. ഇതിലൊന്നും വലിയ മാറ്റില്ല കേട്ടോ. കാലാകാലങ്ങളായിട്ട് ഇത് തന്നെയാണ് ഒരു ഓർഡർ മെയിൻറ്റെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത സ്ലൈഡ് എടുക്കാം. ദർ ഈസ് നോ ഡിസ്കഷൻ ചെയ്യുക, ജസ്റ്റ് ലേൺ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ആൻ ഐഡിയ. ഓരോന്ന് എവിടൊക്കെയാണ് നിങ്ങൾ ഈ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ 4 ഓർഡർ പലപ്പോഴും അറിയേണ്ട ആവശ്യമില്ല. ഇതിനേക്കാൾ കൂടുതലാണ് അത്, അതിനേക്കാളും കുറവാണ് ഇത്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ പല ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്ത് കൊടുക്കാണ് നോക്കിയേ? കോള്, കോക്ക്, ബ്രിക്കറ്റ്, ഇതാണ് ഏറ്റവും ഹയർ ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതല്ല എന്ന് നമുക്ക് എന്തായാലും അറിയാലോ. ഹയർ ഇമ്പോർട്ട് ഏതോ പെട്രോളിയം ക്രൂഡോ അങ്ങനെ എന്തോ ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഹയർ ഈ കോള്, കോക്ക്, ബ്രിക്കറ്റ് വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്തോടെ.
എല്ലാം അറിയണമെന്നില്ല. ഈ ഒരു ട്രെൻഡ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ 1-2 ഓപ്ഷനൊക്കെ നമുക്ക് കൂളായിട്ട് എലിമിനേറ്റ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളുടെ പൊട്ടൻഷ്യൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇവിടെ PTS ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി റിഗാർഡിംഗ് ഓൺ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അനലൈസ് നെക്സ്റ്റ്. ഇതെന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ടോപ്പ് എക്സ്പോർട്ട് കൺട്രീസ് ആണ്. ഇനി ഇന്ത്യ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ദി ഹയർ പെർസെന്റേജ് വിൽ ബി ഹെൽഡ് ബൈ ചൈന. ആ ചൈനയുടെ ഇമ്പോർട്ടൻസ് റീസെന്റ് ഡേയ്സിൽ നമ്മൾ കുറച്ചു കൊണ്ടിരുന്നുണ്ട് കേട്ടോ. ആഫ്റ്റർ ദി ഗൽവാൻ ഇഷ്യൂ ആൻഡ് ഡിഫറെന്റ് സ്റ്റാൻഡ് ഓഫ് അറ്റ് LIC നമ്മൾ ചൈനയുടെ ഡിപ്പെൻഡൻസ് കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ. എന്താ വാക്ക്? സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ. ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടുകൾ ഒരു സിംഗിൾ കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം പല രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഒരുപാട് പുതിയ പുതിയ രാജ്യങ്ങളായിട്ട് നമ്മൾ ട്രേഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ട്രെൻഡ് ഒന്ന് ലേൺ ചെയ്യും. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ചൈന, ദെൻ UAE, ദെൻ USA, ദെൻ സൗദി അറേബ്യ, ഇറാഖ്, സ്വിറ്റ്സർലാൻഡ്, ഹോങ്കോങ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ. ഒരു ജനറൽ ട്രെൻഡ്. ഓക്കെ അല്ലേ? ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ്. ഇതെന്താണ്? നമ്മൾ കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കറന്റ് അക്കൗണ്ടിലെ ഏത് പാർട്ടാണ്? ട്രേഡ് ബാലൻസ് ആണ്. ട്രേഡ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് എക്സ്പോർട്ടിങ് ഗുഡ്സിന്റെ ഒരു ചാർട്ടാണ്. ഏതെല്ലാം രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ഉള്ളത്, ഏതെല്ലാം രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത്? ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഡേറ്റ കിട്ടുമെന്ന് പറയും. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്ന പല അനാലിസിസിലുണ്ട്. US എന്ന് പറയുന്ന രാജ്യമായിട്ട് ഇന്ത്യക്ക് ഏത് തരം റിലേഷൻ ആണ്? ട്രേഡ് സർപ്ലസ് ആണോ ട്രേഡ് ഡെഫിസിറ്റ് ആണോ? ട്രേഡ് സർപ്ലസ് ആണ്. ഓക്കെ അല്ലേ? ഇത് എക്സ്പോർട്ട് 2 ഫൈനാൻഷ്യൽ ഇയറിലെ, ഇമ്പോർട്ട് 2 ഫൈനാൻഷ്യൽ ഇയറിലെ, ട്രേഡ് ബാലൻസ് 2 ഫൈനാൻഷ്യൽ ഇയറിലെ. ഓക്കെ അല്ലേ? USA ആയിട്ട് നമുക്ക് ട്രേഡ് സർപ്ലസ്, ബംഗ്ലാദേശ് ആയിട്ട് ട്രേഡ് സർപ്ലസ്, നേപ്പാൾ ആയിട്ട് ട്രേഡ് സർപ്ലസ്, ടർക്കി ട്രേഡ് സർപ്ലസ്. അവിടെ പോയി നോക്കിയേ. കൊറിയ തൊട്ട് നമുക്ക് എന്താണ്? കൊറിയ ട്രേഡ് ഡെഫിസിറ്റ്, ഖത്തർ ട്രേഡ് ഡെഫിസിറ്റ്, UAE ട്രേഡ് ഡെഫിസിറ്റ്, സൗദി അറേബ്യ ട്രേഡ് ഡെഫിസിറ്റ്, ഇറാഖ്. ഖത്തർ, UAE, സൗദി, ഇറാഖ് ഇവരെ കോമൺ ഫീച്ചർ എന്താ? പെട്രോളിയം എക്സ്പോർട്ടിങ് കൺട്രീസ് അല്ലെ? അപ്പൊ അവിടെയൊക്കെ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് വരാനുള്ള കാരണം നമ്മൾ ഹ്യൂജ് ക്വാണ്ടിറ്റി പെട്രോളിയം പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യ ട്രേഡ് ഡെഫിസിറ്റ്, ഇറാഖ് ട്രേഡ് ഡെഫിസിറ്റ്, സ്വിറ്റ്സർലാൻഡ്, ചൈന ട്രേഡ്. അതിൽ ചൈന നോക്കി, വെരി ഹൈ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അറൌണ്ട് $50 ബില്യൺ, $50 ബില്യൺ ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ട്രേഡ് സർപ്ലസും ട്രേഡ് ഡെഫിസിറ്റ് നിങ്ങളൊന്ന് റാൻഡ് ആയിട്ട് ആഡ് ചെയ്ത് നോക്കി. വാട്ട് യു ക്യാൻ ഒബ്സർവ് ഈസ് ദാറ്റ് പോസിറ്റീവ് നമ്പർ വിൽ ബി ലെസ് ആൻഡ് നെഗറ്റീവ് നമ്പർ വുഡ് ബി ഹൈ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? ട്രേഡ് ഡെഫിസിറ്റ്. ഫർദർ ഇതിനോടൊപ്പം നമ്മൾ ട്രേഡിങ് സർവീസും കൂടി ആഡ് ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി കറന്റ് അക്കൗണ്ട് നെഗറ്റീവാ. അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സ്റ്റാറ്റും കൂടിയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ട്രേഡിങ് സർവീസിന്റെ ഒരു സ്റ്റാറ്റ് കാണിച്ചു തരട്ടെ. നോക്ക്, ട്രേഡിങ് സർവീസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമുക്ക് ഓവറോൾ എന്താണ്? പോസിറ്റീവ് ആണ്. എന്താ കാരണം? നമ്മുടെ എക്സ്പോർട്ടിന് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ടേബിളിലെ ഡേറ്റ മാത്രം എടുക്കുക. സർവീസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് $177 ആണ് ബില്യണില്. സർവീസ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് 103 ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 70 ബില്യണോളാണ് സർപ്ലസ് ഉള്ളത്. അപ്പൊ അതിനേക്കാളും ഡെഫിസിറ്റ് എവിടെയുണ്ട്? നമുക്ക് ട്രേഡ് ഡെഫിസിറ്റിലുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ്ലി കറന്റ് അക്കൗണ്ട് നെഗറ്റീവ് ആണ്. അൾട്ടിമേറ്റ്ലി കറന്റ് അക്കൗണ്ട് നെഗറ്റീവ് ആണ് ഇന്ത്യയിൽ. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് റിസീവ് ചെയ്യുന്ന കൺട്രീസിന്റെ റിപ്പോർട്ടാണ്. റെമിറ്റൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് എന്താ അയക്കാറുണ്ട്? കുറച്ച് പൈസ അയക്കാറുണ്ട് അല്ലെങ്കിൽ റെമിറ്റൻസിൽ ഇപ്പോഴും ഇത് 2022 ഡേറ്റ ആണെന്ന് നോക്കണ്ട, 24-ലും റെമിറ്റൻസിൽ ടോപ്പ് ഇന്ത്യ ആണ് കേട്ടോ. ടോപ്പ് ഹയസ്റ്റ് റെമിറ്റൻസ് ഇന്ത്യ, ദെൻ മെക്സിക്കോ, ചൈന, ഫിലിപ്പീൻസ്.
അപ്പൊ ആദ്യത്തെ ഒരു 3-4 ആളുകളെ ഇപ്പൊ 2024 നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ഏതാണ്ട് ഇത് തന്നെയായിരിക്കും ട്രെൻഡ്. കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ടോപ്പ് 10 റെമിറ്റൻസ് കൺട്രീസ് ഇൻ ദി വേൾഡ്, ഇന്ത്യ ഹോൾഡിംഗ് ദി ഹയർ പൊസിഷൻ, ദെൻ മെക്സിക്കോ, ചൈന, ഫിലിപ്പീൻസ്, ഇത്തരത്തിൽ പോകും. ഓക്കെ അല്ലേ? ഇതെല്ലാം ഓരോ പൊട്ടൻഷ്യൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓരോ ഡയഗ്രം. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി സെക്ടേഴ്സ് അട്രാക്ടിങ് ഹയസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുന്ന സെക്ടേഴ്സ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ മാനുഫാക്ചറിങ്ങിനല്ല. ഇതൊക്കെ ഓരോ പ്രശ്നമാണ്, ഇന്ത്യൻ എക്കണോമിയുടെ ഓരോ പ്രശ്നങ്ങളും കൂടിയാണ്. ഇന്ത്യൻ എക്കണോമി മുന്നോട്ട് വരണമെങ്കിൽ സർവീസ്, ഇതൊക്കെ മെയിൻസിൽ വരുന്ന ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബിഗിൻ ചെയ്യുന്നുള്ളൂ. ഒരു എക്കണോമി കുറച്ചും കൂടി ബെറ്റർ കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ മാനുഫാക്ചറിങ് ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, സർവീസസ് ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. എന്തായിരിക്കും കാരണം? മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അവിടെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണ്ട, ഒരു സെമി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് മതി. പക്ഷെ സർവീസ് സെക്ടർ എടുക്കുക ഏത് തരം എംപ്ലോയീസിനെ മാത്രമാണ്? ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. അപ്പൊ അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഒരിക്കലും നമുക്ക് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയി ആക്കി മാറ്റി നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല? സർവീസസിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മറിച്ച് അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്ന എക്സ്ട്രാ ആളുകൾക്ക് ചെറിയൊരു ജോബ് ട്രെയിനിങ് കൊടുത്താൽ നമുക്ക് അവരെ എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? മാനുഫാക്ചറിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു രാജ്യം അൾട്ടിമേറ്റ്ലി ഡെവലപ്ഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഹയർ എക്കണോമിക് പ്രോഗ്രസ് കാണണമെങ്കിൽ ഹയർ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഏത് സെക്ടേഴ്സിലായിരിക്കണം? മാനുഫാക്ചറിങ് സെക്ടേഴ്സിലാവണം. ഇന്ത്യയിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഫ്രം ദി ഇൻഡിപെൻഡൻസ് ടു ദി പ്രസന്റ് കണ്ടീഷൻ എന്താണ് സംഭവിച്ചത്? അഗ്രികൾച്ചർ വളരെ താഴേക്ക് പോയി. അഗ്രികൾച്ചറിന്റെ GDP ഷെയർ, അതേപോലെ തന്നെ നമ്മുടെ ഏത് സർവീസ് സെക്ടർ ഹയർ ആയിട്ട് എക്സ്പൊണൻഷ്യലി ഗ്രോത്ത് ഉണ്ടായി. മാനുഫാക്ചറിങ് സെക്ടറിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പല രാജ്യങ്ങളും കാണുന്ന ട്രെൻഡ്, ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ ചൈനയിലൊക്കെ കാണുന്നത് അഗ്രികൾച്ചർ കുറയുന്നതിനനുസരിച്ച് മാനുഫാക്ചർ കൂടി, സർവീസ് സെക്ടർ കൂടി. ആ ഒരു ട്രെൻഡാണ്, ഒരു ലീനിയർ ട്രാൻസിഷൻ ആണ് ഒബ്സർവ് ചെയ്യാറ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ലീനിയർ ട്രാൻസിഷൻ ഉണ്ടായിട്ടില്ല. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്, കമ്പയർഡ് ടു ദി മാനുഫാക്ചറിങ്, ഇന്ത്യൻ സർവീസ് സെക്ടർ ഈസ് പെർഫോമിംഗ് ബെറ്റർ. ദാറ്റ് ഈസ് വൈ ഹയർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ കമ്മിങ് ഇൻ ടു ഇന്ത്യസ് സർവീസസ് സെക്ടർ. ക്ലിയർ ആണോ ഈ ടേബിളിന്റെ ഇന്റർപ്രിട്ടേഷൻ? ടേബിൾ എന്ന് പറയുന്നത് കുറെ ഡേറ്റ് അല്ല, ഇറ്റ് ആക്ച്വലി ഷോയിങ് ദി കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ട്രെൻഡ് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇന്ത്യയില് മാനുഫാക്ചറിങ് സെക്ടർ എടുത്തു, അതേപോലെ തന്നെ സർവീസ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ സർവീസ് സെക്ടർ ഈസ് മോർ എഫിഷ്യന്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് ആരാണോ കൂടുതൽ എഫിഷ്യന്റ് അവർക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരിക. ദാറ്റ് ഈസ് ദി ബേസിക് ഐഡിയ. ജസ്റ്റ് ഒന്ന് വായിക്ക്. Computer, software and hardware industry having higher foreign investment, then automobile industry, then service sector എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ കമ്പനീസ് ആവാം, ബാങ്കിങ് ആയിരിക്കാം, ടൂറിസം ആയിരിക്കാം. ക്ലിയർ അല്ലേ? ദെൻ ട്രേഡിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ടേബിൾ ഒന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതോടുകൂടി നമ്മുടെ ഇന്ത്യന്റെ ഡിസ്കഷൻ എന്നർത്താണ് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. നൗ വി ആർ മൂവിങ് ടു ദി ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് എന്താണ്? ഒരു അസറ്റോ അല്ലെങ്കിൽ ഒരു അസറ്റ് ലയബിലിറ്റിയോ ഇതുമായി ബന്ധപ്പെട്ട ബാലൻസ് ഓഫ് പേയ്മെന്റിലെ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ അക്കൗണ്ട്. അസറ്റോ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഇന്റർനാഷണൽ പർച്ചേസ് ഓഫ് ഷെയർ ആയിരിക്കാം, സ്റ്റോക്ക് ആയിരിക്കാം, അസറ്റ് ആയിരിക്കാം. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ലോൺ എടുത്തു. ആലോചിച്ച് ഉത്തരം പറഞ്ഞോളൂ. വി ആർ ഗോയിങ് ഫോർ ECB അല്ലെങ്കിൽ ലോൺ. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ലോൺ എടുത്തു. ഈ ലോൺ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലായിരിക്കാം വരാ? ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ കറന്റ് അക്കൗണ്ട് ആണോ? ലോൺ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ഈസ് റിസീവിംഗ് എ ഗ്രാന്റ് ഫ്രം എ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തിന്റെ കീഴിലായിരിക്കും വരാ? ഗ്രാന്റ് ആണെങ്കിൽ അസറ്റും ലയബിലിറ്റി ആയിട്ട് ബന്ധമില്ല, കറന്റ് അക്കൗണ്ട് ആണ്. ഓക്കെ അല്ലേ? ഇന്ത്യൻ നാഷണൽ ഈസ് പർച്ചേസിംഗ് എ സ്റ്റോക്ക് ഓഫ് വാൾമാർട്ട്. കറന്റ് അക്കൗണ്ട് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ? ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ കാരണം? അസറ്റ് പർച്ചേസ് ചെയ്യാണ്. ടാറ്റ ഗ്രൂപ്പ് ഈസ് ബൈയിങ് എ പർട്ടിക്കുലർ ലാൻഡ് ഇൻ ബ്രിട്ടൻ. ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ കറന്റ് അക്കൗണ്ട് ആണോ? ബ്രിട്ടനിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഗവൺമെന്റ് ഈസ് ബൈയിങ് എ ബോണ്ട് ഫ്രം US ട്രഷറി.
US ട്രഷറി അല്ലെങ്കിൽ US ഫെഡറലിന്റെ ഒരു ബോണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് വാങ്ങാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ കറന്റ് അക്കൗണ്ട് ആണോ? ക്യാപിറ്റൽ അക്കൗണ്ട്. ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. ക്ലിയർ അല്ലേ വ്യത്യാസം? ഇത്രയേ ഉള്ളൂ. അസറ്റോ ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വിളിക്കും. കറന്റ് അക്കൗണ്ട് ആണെങ്കിൽ 3 കമ്പോണന്റ്: ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതുവരെ ബുദ്ധിമുട്ടില്ലല്ലോ? ഒന്ന് വായിക്കുക കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് പോസിറ്റീവ് സൈൻ ഉപയോഗിക്കും, ലയബിലിറ്റി ആണെങ്കിൽ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കും. യൂഷ്വൽ നൊട്ടേഷൻ. ജസ്റ്റ് ഒന്ന് വായിക്കും. IMFന്റെ കഥയൊക്കെ അവിടെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ കേട്ടോ. IMF ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമുക്കുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കൺസെപ്റ്റുകളാണ്. വായിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ആണോ? കോമ്പണൻസ് ഓഫ് എ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അസറ്റോ ലയബിലിറ്റിയോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ 5th പോയിന്റ് ആണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് വൺ. എക്സ്റ്റേണൽ അസിസ്റ്റന്റ്. ഐ ഡിഡ്ന്റ് യൂസ് ദി വേർഡ് എക്സ്റ്റേണൽ ഗ്രാന്റ്. ഗ്രാന്റ് എന്ന വാക്കല്ല ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള. എന്താണ്? അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ IMF, വേൾഡ് ബാങ്ക് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരു ഗവൺമെന്റിന് ലോൺ കൊടുക്കുമ്പോൾ കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോൺ കൊടുക്കുക. കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ചിലപ്പോൾ 6% ഒക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ്. പക്ഷെ പല പൂവർ കൺട്രീസിന് 6% ലോൺ കൊടുത്താൽ അവർക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? 6% പകരം 2%-ലോ 1.5%-ലോ IMF വേൾഡ് ബാങ്കോ ലോൺ കൊടുക്കും. ഇത്തരത്തിൽ ലോവർ ഇൻട്രസ്റ്റിൽ കൊടുക്കുന്ന ലോണിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ അസിസ്റ്റൻസ്. എന്താണ് ഉപയോഗിക്കുക? ഒന്നും തെറ്റിപ്പോരുത് കേട്ടോ. ഗ്രാന്റ് വേറെയാണ്, ബോറോയിങ് വേറെയാണ്, അസിസ്റ്റൻസ് വേറെയാണ്. ബോറോയിങ്ങും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്ങും എക്സ്റ്റേണൽ അസിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും ലോണാണ്. ഓക്കെ അല്ലേ? എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് ആണെങ്കിലും കൺസെഷണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അസിസ്റ്റൻസ് ആണെങ്കിലും രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി ബോത്ത് ആർ ലോൺസ്. ഡിഫറൻസ് എന്ന് പറയുന്നത് അസിസ്റ്റൻസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും, ECB ആണെങ്കിൽ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇത്രയുള്ള വ്യത്യാസം. ക്ലിയർ അല്ലേ? എക്സ്റ്റേണൽ അസിസ്റ്റൻസ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ ബോറോയിങ് ആണെങ്കിലും ബോത്ത് ആർ കണക്റ്റഡ് വിത്ത് ലയബിലിറ്റി പാർട്ട് അല്ലെ? ലയബിലിറ്റി പാർട്ട്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. NRI ഡെപ്പോസിറ്റ്. NRI ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കിൽ ഒരു NRI ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബാങ്കിന്റെ എന്താ? അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ലയബിലിറ്റി. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അസറ്റ് ലയബിലിറ്റി. NRI ഡെപ്പോസിറ്റ് ഈസ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഫോർത്ത് വൺ, അതർ ക്യാപിറ്റൽ ഇൻഫ്ലോ. അതർ ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ലാൻഡ്, ഇൻഫ്രാസ്ട്രക്ചർ, ഗുഡ്സ്, അതേപോലെയുള്ള അതിന്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റി. ഏതൊരു കാറ് വാങ്ങി അത് ഓൺ ചെയ്യുന്നത് വിദേശത്താണ്. ഇത്തരത്തിലുള്ള പല ഇൻഫ്ലോസ്. ഇതെല്ലാം പോട്ടെ, വി ആർ ഫോക്കസിങ് ഓൺ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളുടെ കയ്യിൽ കുറച്ച് എക്സസ് ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അയാളുടെ മുന്നിൽ പല ഓപ്ഷൻ ഉണ്ട്. അയാളുടെ രാജ്യത്തെ എന്ത് ചെയ്യാം? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ രാജ്യത്തെ സ്റ്റോക്കിലോ ബോണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും അട്രാക്റ്റീവ് അല്ല എന്ന് തോന്നുമ്പോൾ അയാൾ ആ പൈസയും കൊണ്ട് എങ്ങോട്ട് ഇറങ്ങും? ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് പോകും. ആ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ക്വാണ്ടം ഓഫ് ക്യാപിറ്റൽ, ടൈം ഓഫ് ക്യാപിറ്റലിനനുസരിച്ച് നമ്മൾ ആ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടു പാർട്ട് ഓഫ്. ഇതൊക്കെ എടുക്കാട്ടോ, ഞാൻ കയ്യോടെ ആ ടൈം എക്സ്പ്ലെയിൻ ചെയ്യാം. വി ആർ ഗോയിങ് ടു classify foreign investment into two. We are going to classify foreign investment into two. First one is called FDI, foreign direct investment. FDI, foreign direct investment. Second one, FPI, foreign portfolio investment. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഒരു ഇന്ത്യൻ കമ്പനി ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർ
പുറത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റർ വാങ്ങാണ്. ആ വാങ്ങുന്ന ഷെയറിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 10% ഓഫ് ദി ഷെയർ ഓഫ് എ കമ്പനി ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് FPI. ലെസ് ദാൻ 10% എന്ന് പറയുമ്പോൾ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കമ്പനിയുടെ വളരെ ചെറിയ പെർസെൻറ്റേജ് ഷെയർ മാത്രമാണ് ഒരു ഫോറിൻ ഇൻവെസ്റ്റർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്തെന്ന് പേര് വിളിക്കും? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. വളരെ ചെറിയ പെർസെൻറ്റേജ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് കാര്യമായിട്ട് ആ കമ്പനിയുടെ മാനേജ്മെന്റിലോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോസസ്സിലോ ഡിസിഷൻ മേക്കിങ്ങിലോ കാര്യമായിട്ട് റോൾ ഉണ്ടാവുമോ? ഇല്ലല്ലോ, വളരെ നിസ്സാര റോളല്ലേ ഉണ്ടാവുള്ളൂ. Then we are moving to FDI. FDI, if the investment by a foreign company is greater than or equal to 10%, investment is greater than or equal to 10%, which is called foreign direct investment. ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഉദ്ദേശം എന്തായിരിക്കും? ആ കമ്പനിയിൽ പ്രധാനപ്പെട്ട ഷെയർ വാങ്ങലാണ്. പ്രധാനപ്പെട്ട ഷെയർ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഷെയർ പുള്ളിയുടെ കയ്യിലുണ്ടായിരിക്കും, ഹയർ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കും, ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കും. ദിസ് ഈസ് ദി ബേസിക് ഡിഫറൻസ്. നിങ്ങൾ ആ വാല്യൂ ഫോക്കസ് ചെയ്യാതെ കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനി വേറൊരു രാജ്യത്തെ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് അതേപോലെ അതിന്റെ കൺട്രോള് മാനേജ്മെന്റ് ഏറ്റെടുക്കുന്ന ഒരു പർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്തായിരിക്കും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ടെമ്പററി ആയിട്ട് കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. കുറച്ചു കാലത്തേക്ക് ഒരാളുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ട്. അത് എന്ത് ചെയ്യണം? ഒരു ഹയർ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആവശ്യമുള്ളപ്പോൾ കൈയോടെ വിഡ്രോ ചെയ്ത് തിരിച്ചു പോകണം. ഇത്തരത്തിലുള്ള ടെമ്പററി പർപ്പസിന് വേണ്ടി ചെറിയ എമൗണ്ടിൽ വരുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? FPI, വിച്ച് വുഡ് ബി ലോങ് ടേം. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയാം, FDI ആയിരിക്കും FPI ആയിരിക്കോ ലോങ് ടേം പെർസ്പെക്റ്റീവില്? FDI ആയിരിക്കും ലോങ് ടേം പെർസ്പെക്റ്റീവില് വരുന്നത്. FPI എന്ന് പറയുന്നത് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിലായിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ഗുഡ് ഫോർ ഇന്ത്യൻ എക്കണോമി? റിലയൻസ് ഓൺ FDI ഓർ FPI? ആലോചിച്ച് ഉത്തരം പറയണം. FDI. വൈ? FPI കംസ് വിത്ത് കറൻസി റിസ്ക് എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്താ കാരണം? FPI എന്ന് പറയുമ്പോൾ എന്താ? അവര് ചിലപ്പോൾ ഒരു ഹയർ ക്വാണ്ടിറ്റി മണിയൊക്കെ ചെറിയൊരു ടൈമിലേക്ക് ആവും കൊണ്ടുവരാ. ചെറിയ ടൈമിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവർ പൈസ കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്തു? ഡോളറ് റുപ്പിയാക്കി, ഡോളറിന്റെ റുപ്പിയുടെ എമൗണ്ട് മാർക്കറ്റിൽ മാറി. കുറച്ച് കഴിയുമ്പോൾ കഷ്ടപ്പെട്ട RBI അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് വെച്ചു. അപ്പൊ തന്നെ അവർ ആ കാശ് എടുത്ത് തിരിച്ചു കൊണ്ടുപോയില്ലേ? സോ FPI ഓൾവേസ് കംസ് വിത്ത് കറൻസി റിസ്ക്. FDI എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കാണ് അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ കറൻസി റിസ്ക് വുഡ് ബി കമ്പാരേറ്റീവ്ലി ലോവർ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം FPIയേക്കാളും കൂടുതൽ എന്തിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്? FDIയിൽ ഫോക്കസ് ചെയ്യണം. പക്ഷെ വാട്ട് ഈസ് ദി ഇഷ്യൂ റിഗാർഡിംഗ് ഇന്ത്യസ് FDI സെക്ടർ? Majority of the FDIs are coming into services sector. സർവീസസ് സെക്ടർ. ക്ലിയർ ആണോ? പോയിന്റ്സ് ക്ലിയർ ആണോ? ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റും വരുന്നത് സർവീസസിലേക്കാണ്. മാനുഫാക്ചറിംഗിലേക്ക് കൂടുതൽ FDI വന്നാലാണ് ഇന്ത്യൻ എക്കണോമിക്ക് ഒരു ക്വാണ്ടം ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ FDIയും FPIയും? ഇതിനൊരു അഡീഷണൽ പോയിന്റും കൂടി പറയട്ടെ. FDI ആണെങ്കിൽ ഇത്രയും ഹയർ പെർസെൻറ്റേജ് വാങ്ങുന്നത് കൊണ്ട് അവർ സെബിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഡീസെന്റ് ആയിട്ടായിരിക്കും. FBI കുറെയൊക്കെ ഉപയോഗിക്കുക ആരായിരിക്കും? നമ്മൾ മുന്നേ വേറൊരു ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? നോട്ട്, പാർട്ടിസിപ്പേറ്ററി നോട്ട്. പാർട്ടിസിപ്പേറ്ററി നോട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഈ FII ഉപയോഗിക്കുക. അവര് നേരിട്ട് എന്ത് ചെയ്യില്ല? സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഒരു ഫോറിനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പൈസ കൊടുക്കും, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ രജിസ്റ്റർ ചെയ്യും. അവരാണ് വന്നിട്ട് FPI ആയിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, പാർട്ടിസിപ്പേറ്ററി നോട്ട്, ആ കൺസെപ്റ്റ് ഒക്കെ കുറെയൊക്കെ ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത് എന്തുമായിട്ടാണ്? FPI ആയിട്ടാണ്. ഓക്കെ ആണോ? എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി മുന്നുള്ള ഭാഗങ്ങൾ നമ്മൾ എടുക്കും കേട്ടാ. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നാളെ എടുക്കും. ഈ 5ാമത്തെ പോയിന്റ് ഞാനൊന്ന് കൈയോടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ഈസ് ദർ എനി റെഗുലേഷൻ ഓഫ് FPI എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ FIIs കൂടുതലായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന സെബി നോംസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് അധികം നടക്കില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അവരൊരു 5 പേര് ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു, 100 പേര് അൺഡിസ്ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യാം. എക്സ്റ്റേണൽ അസിസ്റ്റൻസ്. അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലോവർ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുന്നതിനെയാണ് എക്സ്റ്റേണൽ അസിസ്റ്റൻസ്, വിച്ച് ഹാസ് ടു ബി റിട്ടേൺ. ഇഫ് ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഗ്രാൻഡ്, ദാറ്റ്സ് നോട്ട് എ ലോൺ, ഇറ്റ് ഈസ് നോട്ട് ടു ബി റിട്ടേൺ. ചോദിക്കുമോളെ?
ബാങ്കിനെ ലയബിലിറ്റി, ബാങ്കിലല്ല ഈ ഡെപ്പോസിറ്റ് വരുന്നത്. ബാങ്കിന് ആര് ഡെപ്പോസിറ്റ് കൊടുത്താലും അതെന്ത് തന്നെയാണ്, ലയബിലിറ്റി തന്നെയാണ് കേട്ടോ. അപ്പൊ NRI ഒരു വർഷം പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുണ്ട്, NRI ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്നതിനെ ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഡെപ്പോസിറ്റ് ആണോ, ഒബ്വിയസ്ലി അത് എന്ത് തന്നെയാണ്, ലയബിലിറ്റി തന്നെയാണ് കേട്ടോ. NRI ഡെപ്പോസിറ്റ് ഇൻ ഫോറിൻ ബാങ്ക് ഇന്ത്യക്ക് അസറ്റ് അല്ലേ? ഫോറിൻ ബാങ്ക് ഇന്ത്യക്ക് അസറ്റ് അല്ലല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന SBI എന്ന് പറയുന്ന ഒരു ബാങ്കിന്റെ ഫോറിനിലുള്ള ഒരു ബ്രാഞ്ചിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഫോറിനിലുള്ള ഒരു ബ്രാഞ്ചിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇന്ത്യ ഗവൺമെന്റ് അത് എടുത്ത് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുമോളെ, എന്തായാലും അത് തിരിച്ചു കൊടുക്കണ്ട. എന്നെടുത്താലും നമ്മൾ ആ പൈസ എടുത്ത് ഉപയോഗിച്ച എന്നാണെങ്കിലും തിരിച്ചു കൊടുക്കണം. അത് എടുത്തോ അത് ലയബിലിറ്റി ആണ്. അത്രേ ഉള്ളൂ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. Everywhere deposit is a liability. Everywhere deposit is a liability in terms of the bank. ഡെപ്പോസിറ്ററിന് മാത്രമാണ് അത് അസറ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഇല്ലെങ്കിൽ സെഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ ഏട്ടാ, താങ്ക് യു.